നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളി ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് പുറകിൽ ട്രെയിലർ ഇടിച്ച് ട്രെയിലർ ഡ്രൈവറായ പാക് പൗരൻ മരിക്കുകയും 10ലേറെ മലയാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം തായിഫ് റിയാദ് റോഡിൽ അൽമോയ്ക്ക് സമീപമാണ് അപകടം നടന്നതായാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ബസ് ഡ്രൈവർ മലപ്പുറം പുലാമന്തോൾ സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, തായിഫ് കിങ്, അബ്ദുൽ അസീസ് എന്നിവർ ആശുപത്രിയിലായിരിക്കുകയാണ്. ദമാമിൽ നിന്ന് പുറപ്പെട്ട സംഘം ഉംറയും മദീന സന്ദർശനവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് സംഭവം നടന്നതായി പറയുന്നത്. വിശ്രമത്തിനായി നിർത്തിയിട്ട ബസിന് പുറകിൽ ട്രെയിലർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ട്രെയിലർ പൂർണ്ണമായും തകർന്നതായാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം മദീനയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് തീപിടിച്ച് 35 പേർ മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആർക്കും അപായം ഉണ്ടായിട്ടില്ല. സൗദിയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് തീപിടിച്ചതായ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അപകട വിവരവും പുറത്തേക്ക് വരുന്നത്. ഇതിൽ 30 പേർ മരിച്ചതായിരുന്നു റിപ്പോർട്ട് ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മദീനയിൽ നിന്ന് 170 കിലോമീറ്റർ അകലെ ഹിജ്റ റോഡിലാണ് ബസ്സും മണ്ണുമാന്തി വാഹനവുമായി കൂട്ടിയിടിച്ചത്. ഇതിനെ തുടർന്നാണ് ബസ്സിന് തീ പടർന്നത്. അപകടത്തെ തുടർന്ന് കത്തിയമർന്ന ബസ്സിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെടാനായില്ല. ബസ്സിലുണ്ടായിരുന്ന വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. ഇവരിൽ 7 ഇന്ത്യക്കാരുണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ തീവ്രവിഭാഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിൽ മരിച്ചവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിൽ പ്രവാസി യുവതിയും യുവാവും ഉണ്ടായിരുന്നതായാണ് വിവരം. യുവതി സാരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണെങ്കിലും യുവാവിനായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.